ഈ മാസം 6-ന് കേരളത്തിലെ മുഴുവൻ ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും അടച്ചിട്ട് പ്രതിഷേധിക്കാൻ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. സംസ്ഥാന എക്സിക്യൂട്ടീവ് തീരുമാനമാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഹോട്ടലുകൾ മുഴുവനും തന്നെ 6-ാം തീയതി 24 മണിക്കൂർ അടച്ചിട്ടുകൊണ്ട് അതത് ജില്ലകളിലുള്ള പെട്രോളിയം കമ്പനികളുടെ ഓഫീസുകൾക്ക് മുന്നിലേക്ക് മാർച്ചും ധർണയും നടത്താനാണ് ഞങ്ങളിപ്പോൾ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഇത് ഇപ്പോൾ മറികടക്കുന്നത് ഈ വില വർധന? വില വർദ്ധിപ്പിച്ചുകൊണ്ടേ ഞങ്ങൾക്കിത് മറികടക്കാൻ പറ്റുള്ളൂ. കാരണം ഒരു മിനിമം ഒരു ദിവസം 1-2 സിലിണ്ടർ ഉപയോഗിക്കുന്ന ഒരു ഹോട്ടലുകാരനെ സംബന്ധിച്ച് ഡെയിലി 2000 രൂപയെങ്കിലും അധിക ചെലവാണ് വരികയെന്നത്. ഈ അധിക ചെലവെന്ന് പറഞ്ഞാൽ ഡെയിലി 2000 എന്ന് പറയുമ്പോൾ മാസം 60,000 രൂപയാണ്. ഈ 60,000 രൂപ എങ്ങനെ കൈകാര്യം ചെയ്യും? അപ്പോൾ അത് വില വർദ്ധിപ്പിക്കാതെ എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക്? വിവരങ്ങളുമായി റാംഷാ സി പി ഉണ്ട്. റാംഷാ സി പി, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് ഉടമകളെ സംബന്ധിച്ച് നെഞ്ചിടിപ്പാണ്. ഒരു സിലിണ്ടറിന് മാത്രം 991 രൂപ. 10 സിലിണ്ടർ ഉപയോഗിക്കുന്ന ഒരു കടയെ സംബന്ധിച്ച് 10,000 രൂപ ഒരു ദിവസം അധികം കണ്ടെത്തേണ്ടി വരും. അത് സ്വാഭാവികമായും ഉപഭോക്താക്കൾക്ക് കൈമാറും. അങ്ങനെ വന്നാൽ ചായയുടെ വില കൂടാൻ പോകുന്നു, വടയുടെ വില കൂടാൻ പോകുന്നു, മസാല ദോശ, പൊറോട്ട ഇതിൻ്റെയൊക്കെ വില ഇപ്പോൾ റോക്കറ്റ് പോലെ കുതിക്കുമല്ലോ. നമ്മുടെ അന്നം മുട്ടുമോ റാംഷാ? ഡോക്ടർ അരുൺകുമാർ, വാണിജ്യ സിലിണ്ടറുകളുടെ വില വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം വന്നതോടുകൂടി വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഹോട്ടൽ അതുപോലെ കാറ്ററിംഗ് മേഖലയിലുള്ളവർ. ഇതിന്റെ ഭാഗമായി 6-ാം തീയതി ഇവർ വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ്. 6-ാം തീയതി സംസ്ഥാന വ്യാപകമായി കടകൾ അടച്ചിടുന്നതിന് വേണ്ടിയിട്ടാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്സ് അസോസിയേഷൻ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇതിനു പുറമെ ജില്ലാ ആസ്ഥാനത്തേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കും. ഓയിൽ കമ്പനികളിലേക്കും ഇത്തരത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിക്കാനും സംഘടന തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ പ്രതിസന്ധിയാണ് ഈ വില വർധനവ് സൃഷ്ടിച്ചിരിക്കുന്നത്. കടകളിൽ, അതായത് ഹോട്ടലുകളിലെ വിഭവങ്ങൾ ഇപ്പോൾ തന്നെ വെട്ടിച്ചുരുക്കിയിരിക്കുന്നു. അത് വീണ്ടും വെട്ടിച്ചുരുക്കേണ്ടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എന്ന് മാത്രമല്ല, ഉള്ള വിഭവങ്ങൾക്ക് തന്നെ വില കൂട്ടേണ്ടി വരും എന്നാണ് ഇപ്പോൾ അസോസിയേഷൻ ഭാരവാഹികൾ നമ്മളോട് പറയുന്നത്. കാരണം ഈ 5 മാസത്തിനിടയിൽ 1498 രൂപയുടെ വർധനവാണ് ഒരു കുറ്റി സിലിണ്ടറിന് മേലെ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇതിന് ആനുപാതികമായ വർധനവ് വരുത്തിയിട്ടില്ല. അതുകൊണ്ട് വിഭവങ്ങൾക്ക് മേലെ വില വർധനവ് വരുത്തേണ്ടി വരും എന്നതുകൂടി ഇവർ ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. അരുൺകുമാർ. ഓക്കെ.